ഹായ് ഹലോ രാവിലെ തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇലക്ട്രിക് ബസ്സിൽ കയറിയ ഉടനെ ആദ്യം തലവേദന വരും. ഇന്ന് നമുക്ക് കിട്ടിയ ബസ്സല്ല അതാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വേറെ എങ്ങോട്ടുമല്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ടിനു ആണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി കാലിൽ കമ്പിയൊക്കെ ഇട്ട് സർജറി കഴിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് 4 മാസത്തിൽ കൂടുതലായി കേട്ടോ. അവൾക്ക് 6 മാസം റെസ്റ്റ് പറഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ദിവസം പോലും വന്ന് കാണാൻ പറ്റിയില്ല. ഞാനും അച്ചുവും കൂടെ ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷേ എല്ലാം പാളിപ്പോയി. ഇവക്ക് ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇക്കാക്ക് ആക്സിഡൻ്റായി. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ നീങ്ങി നീങ്ങി പോയി കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും ഇന്നും അച്ചുവിനൊരു തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്തായിരുന്നാലും വന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വന്നതാണ്. എൻ്റെ ടിനുവിൻ്റെ കാല് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എല്ലായിടവും കമ്പി 2-3 സ്ഥലത്ത് ഉണ്ട് കേട്ടോ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവൾ വോക്കറിൻ്റെ സഹായത്തോടു കൂടിയാണ് നടന്നൊക്കെ വരുന്നത്. അങ്ങനെ വന്ന് അവിടെ ഇരുന്നു കേട്ടോ. അതിന് നമ്മൾ ഊണ് കഴിക്കാണ്ട് വിടത്തില്ല എന്നുള്ള നിർബന്ധമായിരുന്നു. അപ്പം ഞങ്ങളാണെങ്കിൽ ഇവിടെ അടുത്താണേ നാത്തൂൻ്റെ വീട്. അവിടുന്ന് 2 ബസ് സ്റ്റോപ്പ് അപ്പുറയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവളുടെ നിർബന്ധപ്രകാരം ഇവളെയും പിണക്കണ്ടെന്ന് വിചാരിച്ച് കുറച്ച് അവിടെ നിന്ന് കഴിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം അവളോട് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നേരെ വള്ളക്കടവിൽ വന്ന് നാത്തൂൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് അവിടെ നിന്നൊരു ബേക്കറി കയറിയിട്ട് അവിടെ നിന്ന് നേരെ നാത്തൂൻ്റെ വീട്ടിലോട്ട് വന്നത്. നാത്തൂനാണെങ്കിൽ നമ്മളെ കണ്ടത് നേരെ ചോറിടാൻ പോവുകയാണ്. ചോറ് കഴിക്കാണ്ട് വന്നെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞ് ചോറ് കഴിച്ചിട്ടാണ് വന്നത്, വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഓരോ കട്ടനും അടിച്ച് ബട്ടർ ബന്നൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വട്ടിയൂർക്കാവ് എത്തിയപ്പോഴത്തേക്കും ഞെരിച്ച മഴയും ഇടിയും തന്നെ കേട്ടോ. വല്ല വിധേനയും ബസ് സ്റ്റോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഒരു കുടയെടുത്തത് ഭാഗ്യമായി. വീട്ടിലെത്തിയതും കറണ്ടും ഇല്ല. അങ്ങനെ എല്ലാം കൊണ്ട് ശുഭം.